ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ലോകത്തില് എവിടെയൊക്കെ കുടുംബജീവിതത്തിന് അപജയങ്ങളുണ്ടായാലും കേരളത്തിൽ അതൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. എന്നാൽ വിവാഹേതര ബന്ധങ്ങൾ കൊണ്ട് ലോകം വല്ലാതെ നശിച്ചപ്പോൾ അതിൻ്റെ കുറേയൊക്കെ കാര്യങ്ങൾ കേരളത്തിൽ സംഭവിച്ചു. ഭർത്താവ് ബിസിനസ്സിലും ഫോറിൻ രാജ്യത്തും അങ്ങനെയൊക്കെ ബിസി ആയപ്പോൾ അവർക്ക് വർക്ക് മാത്രം വർഷിപ്പായി മാറിയപ്പോൾ ഭാര്യമാര് തൻ്റെ കുഞ്ഞുങ്ങളെയും ഭർത്താവിൻ്റെ മുഖവുമൊക്കെ മറന്ന് മറ്റുള്ളവരുടെ കൂടെ പോകാനും സന്തോഷിക്കാനും ഒക്കെ ബെസ്റ്റി, ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനത്തെ പേരുകളിലൊക്കെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ എന്ന് കരുതി ദുരിതങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ കാലങ്ങൾക്ക് മുൻപ് തന്നെ വചനം ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും, അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും. എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നു എന്ന്. കുടുംബത്തിൻ്റെ സ്നേഹം ഇല്ലാതാകുമ്പോൾ, കുടുംബത്തിൽ ഒന്നിച്ചു ചേരുവാനുള്ള അവസരങ്ങൾ കുറയുമ്പോൾ, സ്നേഹം പങ്കുവെക്കപ്പെടാതിരിക്കുമ്പോഴൊക്കെയാണ് അവിഹിത ബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പണവും പത്രാസുമൊക്കെയുള്ള കാലഘട്ടത്തിൽ, ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള കാലഘട്ടത്തിൽ അതൊക്കെ ഇഷ്ടപ്പെടുകയും അതിനനുസരിച്ച് തുള്ളിച്ചാടുകയും ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ സാധാരണ സ്വഭാവം. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു എന്നാണ് വചനം പറയുന്നത്. ഇന്നത്തെ ഈ ദിവസം നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഊഷ്മളത നിലനിർത്താൻ ഉതകുന്ന വാചകങ്ങളും വാക്കുകളും സംസാരിക്കാം. കുറച്ചെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ നിയമത്തിനോ സമൂഹത്തിൻ്റെ നിയമത്തിനോ ഒക്കെ വിധേയരാകുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ മനോഹരമാകുന്നത്. എന്നാൽ സ്നേഹം സകല നിയമത്തിനും ഉപരിയാണ് എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈശോയുടെ തിരുസന്നിധാനത്തിനരികിൽ തമ്പുരാന്റെ സ്നേഹത്തോട് ചേർന്നിരുന്നുകൊണ്ട് നമ്മുടെ പങ്കാളി പരസ്പരം പങ്കുവച്ചിട്ടുള്ള സ്നേഹ നിമിഷങ്ങളെ ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. ഒരിക്കലെങ്കിലും സ്നേഹത്തോടു കൂടി പെരുമാറാത്ത ഒരു ഭാര്യ ഭർത്താക്കന്മാരും ഉണ്ടായിരിക്കുകയില്ല. കാരുണ്യനാഥന്റെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നുകൊണ്ട് ആ സ്നേഹം ഒന്ന് അനുഭവിച്ച് ഒരിക്കൽ കൂടി സ്വയം മറന്ന് പരസ്പരം സ്നേഹിക്കാനുള്ള കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുന്ന് വചനത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരുടെ ഭാര്യമാരെ ഞാൻ അന്യർക്ക് കൊടുക്കും, അവരുടെ നിലങ്ങൾ കവർച്ചക്കാരെ ഏൽപ്പിക്കും. എന്തെന്നാൽ വലിയവനും ചെറിയവനും ഒന്നുപോലെ അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുന്നുവെന്ന്. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് കുതിച്ചു ചാടി പായുകയാണെന്ന്. ഈശോയെ, ഇങ്ങനെ പായുന്നവരെ ഒരു നിമിഷം ഒന്ന് തട്ടി ഉണർത്തണമേ. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്നും ഏതാണ് കൂടുതൽ അഭികാമ്യമെന്നും തിരിച്ചറിയാനുള്ള കരുണ, ആ കണ്ണുകളുടെ ഒരു ആർജവത്വം അവരുടെ ജീവിതങ്ങൾക്ക് കൊടുക്കണമേ. ജോലിക്ക് വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി ഒക്കെ ഓടുന്ന കുടുംബാംഗങ്ങളെ എല്ലാം വേണം, എന്നാലും എല്ലാത്തിലും ഉപരിയായി സ്നേഹമാണ് സർഗോത്കൃഷ്ടം എന്ന് മനസ്സിലോർക്കാനുള്ള ആ ഒരു കൃപ അവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നാഥ. എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ തിരുക്കുടുംബം പോലെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു വേദിയായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.